ഭാരതത്തിന്റെ ദേശീയ ഗാനം ജനഗണമന അതിനായക ജയഹേ എന്നത് വന്ദേ മാതരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ദേശീയ ഗാനം ഏതെന്ന് തീരുമാനിക്കുവാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ ചേർന്ന യോഗത്തിൽ എല്ലാവരും പാടിയത് വന്ദേ മാതരം എന്ന പാട്ടായിരുന്നു. ആ പാട്ട് സുന്ദരമാണ്, സുരഭിലമാണ്, നല്ല രസമുള്ള പാട്ടാണ് അല്ലെ? എത്ര നല്ല ഈണമാണ്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നില്ല. മലയജം എന്ന് പറയുന്നത് ഹിമാലയത്തിൽ വിടരുന്ന ചന്ദനവള്ളിയാണ്. അങ്ങനെ ഒരു വള്ളി ഇതുവരെ ഈ ഭൂമിയിൽ ഒരു ബോട്ടാനിക്കൽ ശാസ്ത്രജ്ഞനും കണ്ടെത്തിയിട്ടില്ല. മലയജം എന്ന് പറയുന്ന ഒരു വള്ളിയില്ല, അതൊരു സങ്കല്പവള്ളിയാണ്. അതിന്റെ ചന്ദനവള്ളി, ചന്ദന മരല്ലാതെ ചന്ദനവള്ളിയില്ല. സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. എന്ത് രസാ പാട്ട്. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി. വെളുത്ത മുല്ലപ്പൂക്കളെ കൊണ്ട് പുളകിതമായിരിക്കുന്ന രാത്രിയുള്ളവൾ. പുല്ലകുസുമിത ദ്രുമദള ശോഭിനി. വിടർന്നു വരുന്ന വൃക്ഷപ്പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്നവൾ. സുവാസിനി സുമധുര ഭാഷിണി. മധുരമായ ഒരുപാട് ഭാഷയുള്ളവൾ. സുഖദാം വരദാം മാതരം. സുഖം തരുന്നവൾ, വരം തരുന്നവൾ. അങ്ങനെയുള്ള പാട്ട് പോരെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കയ്യടിച്ചിരുന്നു അന്ന്. പക്ഷേ അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്ന മറുപടിയാണ് നമ്മുടെ ഗവർണർ ആർലേക്കറെ പഠിപ്പിക്കേണ്ടത്. ഗവർണർ ആർലേക്കറെ പഠിപ്പിക്കേണ്ടി വരുന്നു. കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികൾ ഇപ്പോൾ ചാൻസലറെ, കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണറാണ്. വൈസ് ചാൻസലർ മാത്രമാണ് അവിടെ നേരിട്ട് നോക്കുന്നത്. അങ്ങോട്ട് പഠിപ്പിക്കേണ്ടി വരുന്നു എന്താണ് ഭാരതം, എന്താണ് ഭരണഘടന. വന്ദേ മാതരം എന്ന പാട്ട് പാടുമ്പോ അമ്മയെ പ്രാർത്ഥിക്കുന്ന സങ്കല്പം ഹിന്ദുമതത്തിൻ്റെതാണ്, സിഖ് മതത്തിന് അതില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി ധീര രക്തസാക്ഷ്യം വരിച്ചതിൽ ഹിന്ദുക്കളുടെ എണ്ണം എത്രയുണ്ടോ അത്ര തന്നെ സിഖുകാരുമുണ്ട്, ഇല്ലേ? സിഖുകാരുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്, പാഴ്സികളുണ്ട്, ജൈനന്മാരുണ്ട്, ബൗദ്ധന്മാരുണ്ട്. അവരൊന്നും വന്ദേ മാതരം അമ്മയെ പ്രാർത്ഥിക്കുന്നവരല്ല. അമ്മയെ പ്രാർത്ഥിക്കുന്നത് സർവാഭരണ വിഭൂഷിതയായ ദുർഗാദേവത ഹിമാലയത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്നും മന്ദം ഇറങ്ങി വരുന്ന ഒരു ഇമേജാണ് വന്ദേ മാതരം എന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇത് കിട്ടുമ്പോ അത് സിഖുകാരന് ഇത് ഹിന്ദു പാട്ടാണെന്ന് തോന്നിയാൽ, മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും തോന്നിയാൽ അത് ഇന്ത്യയുടെ പാട്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ജനാധിപത്യത്തിന്റെ പാട്ട് ജനഗണം. ഈ ജനഗണം എന്നത് അത് തന്നെയാണ് കമ്മ്യൂണിസം. ഭാരതത്തിലെ ചരിത്രത്തെക്കുറിച്ച് ഗൗരവതരമായി പഠനം നടത്തിയ 2 മലയാളികളുണ്ട്, ദമ്പതിമാരാണ്. ഭർത്താവിന്റെ പേര് പൂഞ്ഞിക്കര റാഫി, ഭാര്യയുടെ പേര് സബീന റാഫി. ഇവർ 2 പേര് കൂടി പ്രസിദ്ധീകരിച്ച ഭാരതത്തിന്റെ സാംസ്കാരികവും ചരിത്രപരമായ പാരമ്പര്യത്തിന്റെ അതിമനോഹരമായ നോവൽ വായിക്കാൻ പറ്റുന്ന 2 പുസ്തകങ്ങളുണ്ട്. നമ്മളത് എടുത്ത് വായിക്കണം. ആ പുസ്തകത്തിന്റെ പേര് ശുക്രദശയുടെ ചരിത്രമെന്നും കലിയുഗമെന്നുമാണ്. ഗണവ്യവസ്ഥ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും ഇല്ലാത്ത, എല്ലാവരും ഈക്വലായിട്ട് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതിനെയായിരിക്കാം ചിലപ്പോൾ കാറൽ മാർക്സ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രാകൃത കമ്മ്യൂണിസം, ഒരു ഗണവ്യവസ്ഥ. ആ ഗണവ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് കലിംഗ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അശോകന് രാജാവിനെ കൊന്നാൽ രാജ്യം കീഴടക്കാമായിരുന്നു. പക്ഷെ കലിംഗത്തിൽ രാജാവ് ഉണ്ടായിരുന്നില്ല, ഗണവ്യവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും കൊന്നാലേ രാജ്യം കീഴടക്കൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോ അങ്ങനെ ഒരു ഗണവ്യവസ്ഥ, ആ ജനഗണം, ജനക്കൂട്ടത്തിന്റെ മനസ്സിന് അധിനായകൻ ജയിക്കട്ടെ, അത് മതി നമുക്ക് ദേശീയ ഗാനം എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ കുറെ ഭ്രാന്തന്മാരുണ്ട്, രാഷ്ട്രീയ ഭ്രാന്തന്മാര്.
ഈ രാഷ്ട്രീയ ഭ്രാന്തന്മാരുടെ പറയുക ചാനലുമായ രാഷ്ട്രീയ ഭ്രാന്തന്മാർ. പൂഞ്ഞാറിലെ ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്നു, കുറെ അയാളുടെ വാക്കൊന്നും കേൾക്കാത്തത്. പൂഞ്ഞാറിലെ PC എന്തായിരുന്നു അയാളുടെ പേര്? PC ജോർജ്. അയാളിപ്പോ പറഞ്ഞു നെഹ്റുവിന്റെ ഉപ്പ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണ്. ഇന്നലെ പറഞ്ഞു, വിഡിത്തം വിളിച്ചു പറഞ്ഞ് ശ്രദ്ധിക്കുക. അടുത്തൊരു ഭ്രാന്തനാണ് അൻവർ. അടുത്തൊരു ഭ്രാന്തനായിരുന്നു അൻവർ ഭ്രാന്തനാണ്. അയാളുടെ പിറകെ പോണ്ട എന്ന് തീരുമാനിക്കാൻ ഇച്ഛാശക്തി കാണിച്ച ഒരു നേതാവായിരുന്നു സഖാവ് CK ചന്ദ്രപ്പൻ. അയാളുടെ പിറകെ പോണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോ കണ്ടാ പഠിക്കാത്തവര് കൊണ്ടപ്പ പഠിച്ചു, അല്ലേ? ആ ഭ്രാന്തനെ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനതകൾക്ക് എത്രയാ പൈസ ചെലവായത്? എത്രയോ ഈ അടുത്ത തെരഞ്ഞെടുപ്പ്, അടുത്ത മന്ത്രിസഭയുടെ കാലാവധി തീരാൻ പോകുമ്പോൾ രാജിവെച്ചിട്ട് പുതിയ ലാവണങ്ങൾ തേടിപ്പോയില്ലേ അയാള്, ഇല്ലേ? അത്തരത്തിൽ കുറെ ഭ്രാന്തന്മാർ. ആ നെഹ്റുവിന്റെ മതേതരത്വത്തിന്റെ ദാർശനികതയെ ഇല്ലാതാക്കുക എന്നത് BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതെന്ന് തീരുമാനിക്കപ്പെട്ടത്.